നാരായണ നാരായണ നാരായണ. ശ്രീമദ് ഭാഗവത മഹാപുരാണം, അതിൻ്റെ മഹാത്മ്യം, 1-ാമത്തെ അധ്യായം, അതിൽ 68-ാമത്തെ ശ്ലോകമാണ് പറഞ്ഞു വെച്ചത്. 15-ാമത്തെ ഭാഗമായിട്ട് ഇപ്പോൾ പറയണം. 14 ഭാഗം നമ്മൾ പറഞ്ഞു, 15-ാമത്തെ ഭാഗം ഇപ്പോൾ പറയണം. ശ്രീ ഗുരുവായൂരപ്പ. ഏകാകാരം കലിം ദൃഷ്ട്വാ സാരവത് സാരനീരസം വിഷ്ണുരാധ സ്ഥാപിതവാൻ കലിജാനാം സുഖായ ച. ഇപ്പോൾ എല്ലാ ഗുണത്തോടു കൂടിയ എന്നാൽ ഒരു ആകാരമേ പാടൂ. അതേപോലെ തന്നെ ഈ കലികാലത്തിൽ നമുക്ക് വേണ്ടത് വേണ്ട പോലെ സ്വീകരിക്കാൻ സാധിക്കില്ല. സാരനീരസം എന്നാണ് പറഞ്ഞത്. സാരം കിട്ടേണ്ടതിന് ഒരു തടസ്സം, അത് ഏത് തരത്തിലുള്ള തടസ്സമായിക്കോട്ടെ, ഇഷ്ടമില്ലാത്ത രീതിയിൽ എന്നായാലും വേണ്ടില്ല, അത് യോഗ്യ, അത്രയേ ഉള്ളൂ. അങ്ങനെയുള്ള കലിയെ സാരവത് വിഷ്ണുരാധ, വിഷ്ണുരാധനായിട്ടുള്ള, വിഷ്ണുവിനാൽ രക്ഷിക്കപ്പെട്ടതായിട്ടുള്ള പരീക്ഷിത്ത് രാജാവിന് ആ സാരത്തെ എടുക്കാൻ അറിയാം. പാലിൽ നിന്നും വെള്ളം മാറ്റി ഹംസം എങ്ങനെയാണോ ശുദ്ധമായ പാല് എടുക്കുന്നത്, അതേപോലെ. അത് സങ്കല്പമാണോ അത് നേരിട്ടാണോ ഇതൊന്നും ചോദിക്കരുത്. അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, ശുദ്ധമാക്കി എടുക്കാൻ സാധിക്കും. കലർപ്പുള്ളതിനെ കലർപ്പ് ഒഴിവാക്കിക്കൊണ്ട് അത് തനതായിട്ട് എടുക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഭാഗവതത്തിലുള്ള ആ സത്താണ് ഈ സാരം, അതെടുക്കാൻ അറിയും. എന്ന കൂട്ടത്തിൽ കലികാലത്തിൽ 99 ദോഷങ്ങളും ഒരു ഗുണമാണുള്ളത്. ആ ഗുണത്തെ എടുക്കാൻ പരീക്ഷത്തിനറിയും. കലികാലത്ത് ജനിക്കുന്നവർക്ക് ഇതറിയില്ല. പക്ഷേ അവർക്ക് ഏതെങ്കിലും പൂർവ്വജന്മകൃത പുണ്യം കൊണ്ട് ഭാഗവതത്തെ എടുക്കാൻ സാധിച്ചു വെച്ചാലോ, ഈ സത്തിനെ എടുക്കാനുള്ള അനുഗ്രഹം ഭഗവാൻ കൊടുത്തു വെച്ചാലോ, അത് കിട്ടാൻ എന്താ മാർഗം? വെറും നാമം മാത്രം മതി എന്നാ. നാമജപം, ഭഗവാന്റെ ഏത് നാമെടുത്ത് ചോദിച്ചാലും വേണ്ടില്ല, അത് കിട്ടും. അത് പരീക്ഷത്തിനറിയാം. അതാണ് സാര നീരസം ആയിട്ട് വരുന്നതായിട്ടുള്ള ഇതിനെ ഈ സാരവത്ത് ആയിട്ടുള്ള വിഷ്ണുരാധൻ അറിഞ്ഞുകൊണ്ട് തന്നെ കലിയെ നിഗ്രഹിക്കാത്തത്. അപ്പോൾ കലികാലത്ത് ജനിക്കുന്നതായിട്ടുള്ള നമ്മളെ പോലെയുള്ളവരുടെ സുഖത്തിന് വേണ്ടിയിട്ട് ഇന്ദ്രിയപ്രീതി ആയാലും വിരോധമില്ല. കാരണം ഇന്ദ്രിയം, മനസ്സ്, ദേഹം, ഈ സംഘങ്ങൾ, അത് മുഴുവൻ ശുദ്ധായാൽ മാത്രമേ നമുക്ക് ലക്ഷ്യശുദ്ധിയൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ ആ ശുദ്ധിക്ക് കാരണമായി തീരും ഈ സുഖം. സ്വസ്ഥതയില്ലാത്ത ഒരു ശരീരത്തിനും മനസ്സിനും സൽപ്രവൃത്തി ചെയ്യാൻ എളുപ്പമല്ല, കലികാലത്ത് എളുപ്പമല്ല. അപ്പോൾ എന്തിനാപ്പോൾ ഇതൊക്കെ ചെയ്തിട്ട് എന്നൊരു തോന്നൽ വരാനും സാധ്യതയുണ്ട്. അത് നാമജപം കൊണ്ട് മറികടക്കാൻ സാധിക്കും. നമ്മൾ നാമം ജപിക്കണോ, നാരായണ 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 നാരായണ, നമുക്ക് അതിലൊന്നും മനസ്സിലാവണമില്ല. നാമം ജപിക്കണമുണ്ട്. അതേപോലെ ഇത്ര നാമമാണ് ഞാൻ ജപിച്ച്, ഇത്ര നാമം ജപിച്ചാൽ ഇന്നതാണ് ഫലം, അല്ലെങ്കിൽ നാരായണ എന്നുള്ള ആ അക്ഷരങ്ങൾക്ക് അർത്ഥം ഇതാണ്. നമ്മളിങ്ങനെ നാരായണ ജപിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഈ ജീവാത്മാവ് പരമാത്മാവിലേക്ക് എത്താൻ വേണ്ടിയിട്ട് താല്പര്യപ്പെടുന്നുണ്ട്. ഇതൊന്നും നമുക്ക് അറിയില്ലെങ്കിലും നാരായണ 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 ജപിച്ചുകൊണ്ടേയിരിക്കാം. ഈ നാരായണ ജപിച്ചിട്ടൊരു കാര്യമില്ല എന്ന് പറയുന്നവരെ ഒഴിവാക്കുക, അത്രയേ ഉള്ളൂ. നാരായണനാമത്തിൻ്റെ ശക്തി എത്രയാണെന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് അറിയില്ല. അത് കിട്ടാൻ ലേശം പ്രയാസമുണ്ട്, അത്രയേ ഉള്ളൂ. കിട്ടിയാൽ രക്ഷപ്പെട്ടു എന്നർത്ഥം. അത് ഈ പരീക്ഷത്തിന് മനസ്സിലായതുകൊണ്ട് അത് സ്ഥാപിച്ചു എന്നാണ്, അല്ലാണ്ട് കലിയെ സ്ഥാപിച്ചു എന്നല്ല. ഈ സാരവത്ത് ആയിട്ടുള്ള പരീക്ഷിത്ത് രാജാവ് ഈ ഒരു ഗുണത്തെ കണ്ടതുകൊണ്ട് ആയിക്കോട്ടെ എന്ന് വെച്ചു. പരീക്ഷിത്ത് പോകണ വരെ കലിക്ക് അവിടെ പ്രവേശനമില്ല. പരീക്ഷിത്ത് മുക്തനായതിൻ്റെ ശേഷേ ഈ ലോകത്തിനെ ബാധിച്ചുള്ളൂ. അപ്പോൾ ആ ശുണ്ഠിയും കൂടിയും കലി കുറച്ച് തീർത്തു. അതാണ് ഇപ്പം നമ്മൾ അനുഭവിക്കുന്നത്.
ഭൂമി മുഴുവൻ ഇതിൻ്റെ വിഷമങ്ങൾ അനുഭവിക്കുകയാണ്. ഭൂമിയിൽ നിന്നും പിന്നെ കാണിക്കുന്നത് അതിൻ്റെ ആ ആഫ്റ്റർ എഫക്റ്റ്, അത് അന്തരീക്ഷത്തിനെയും പ്രപഞ്ചത്തിനെയൊക്കെ ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ബാധ നമുക്കും വന്നുകൊണ്ടിരിക്കും. അത് തീയായിട്ടും വെള്ളമായിട്ടും കാറ്റായിട്ടും ഒക്കെ നമുക്ക് അനുഭവിക്കേണ്ടി വരും. അതാണ് സുനാമി ആയാലും ഈ കാട് കത്തലായാലും കൊടുങ്കാറ്റായാലും ചുഴലിക്കാറ്റ് കൊടുങ്കാറ്റ് ഇങ്ങനെയൊക്കെ ആയാലും അതിൻ്റെ മറ്റൊരു ഫലമാണ് ഈ പ്രാണിവർഗങ്ങളിൽ നിന്നുള്ള ഉപദ്രവം. അതൊക്കെ നമുക്ക് റിട്ടേൺ കിട്ടുന്ന ഈ നിഗ്രഹാനുഗ്രഹമാണ്. അപ്പോൾ ആ നിഗ്രഹത്തിന് നമുക്കത് മറികടക്കാൻ മാർഗമില്ല. സന്തതി ഉണ്ടാവായിക ഇതൊക്കെ അതിൽ പെട്ടതാണ്. പക്ഷേ ഇതൊക്കെ നാമം ജപിച്ചാൽ മറികടക്കാം. 14 കോടി നാമം ജപിക്കണം. നമ്മൾ എണ്ണണ്ട. ഓരോ ശ്വാസത്തിന് ഓരോ നാമം. ഓരോ ശ്വാസത്തിൽ നാരായണാണെന്ന് വെച്ചാൽ 4 നാമം, അതല്ല 8 നാമം അല്ലെങ്കിൽ 16 നാമം, ഇങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കണം. 14 കോടി ജപിച്ചാലാണ് നമുക്ക് അതിൻ്റെ ശരിക്കുള്ള ഫലം കിട്ടുള്ളൂ. അപ്പോൾ അത് നമുക്ക് ജപിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് ഈ ഫലം കിട്ടാത്തത്. വെറുതെ നാരായണനാമം ജപിച്ചിട്ട് ഫലം കിട്ടുന്നില്ല എന്ന് പറയണതിൻ്റെ കാര്യം മനസ്സിലാവാത്തതുകൊണ്ടാകും ഒരുപക്ഷെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ നമുക്കത് പ്രശ്നമല്ല. പരീക്ഷിത്ത് ഇത് പറഞ്ഞു, അതുകൊണ്ട് അത് സ്ഥാപിച്ചു. അപ്പോൾ ഈ സുഖം പരീക്ഷിത്ത് അന്നേ കണ്ടു. ആർക്ക്? നമ്മളെ പോലെയുള്ളവർക്ക് ശരീരത്തിനും മനസ്സിനും സുഖം കിട്ടാൻ നാമം ജപിച്ചാൽ മതി എന്ന് കണ്ടതുകൊണ്ട് കലിയുഗം ഒഴിവാക്കേണ്ടതല്ല, ഇത് വിധിയാണ് എന്ന് കണക്കാക്കി സ്ഥാപിച്ചു. ഏകാകാരം കലിം ദൃഷ്ട്വാ സാരവത് സാരനീരസം വിഷ്ണുരാധ സ്ഥാപിതവാൻ കലിജാനാം സുഖായ ച കുകർമാചരണാത് സാര സർവതോ നിർഗതോ അധുന പദാർത്ഥ സംസ്ഥിത ഭൂമൗ ബീജഹീനാസ്തുഷാ യഥാ. നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം അതാണ്. ആചാര അനുഷ്ഠാനങ്ങൾ ചെയ്തേ മതിയാവൂ. രാവിലെ നേരത്തെ എണീക്കുക, കുറച്ച് തേവാരവും കാര്യങ്ങളൊക്കെ ശുദ്ധി പ്രക്രിയ കഴിഞ്ഞതിന് ശേഷം ചെയ്യുക. അത് ഉപാസന തന്നെയാണ്. അത് മനസ്സാ വചസ കർമ്മണ വേണം. മനസ്സുകൊണ്ട് ധ്യാനാദി കാര്യങ്ങൾ, ഇപ്പോൾ ഈ പ്രാണായാമാദി കാര്യങ്ങളൊക്കെ വിസ്തരിച്ച് ചെയ്യണമെന്നല്ല, നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഭഗവാനെ ധ്യാനിക്കുക തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. ഒരു പ്ലാനിങ് ഉണ്ടായാൽ മതി. അങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ട് ഉപാസനയായിട്ട് കുറച്ച് മന്ത്രങ്ങളോ കാര്യങ്ങളൊക്കെ സ്തുതികളോ ഒക്കെ ചെയ്ത് നാമൊക്കെ ജപിച്ച് ഒന്ന് ശുദ്ധി വരുത്തുക. മനസ്സിനെ ശുദ്ധി വരുത്താൻ ഈ പുരാണ പാരായണ നാമജപം കീർത്തനം ഇതൊക്കെ വലിയ ഉപകാരമാണ്. ധ്യാനാദികൾ മനസ്സിനെ ശുദ്ധി കൂടുതൽ കിട്ടുകയും ചെയ്യും. ശരീരത്തിനെ ഒന്ന് ഈ സ്വസ്ഥമായിട്ട് നിർത്താൻ വേണ്ടിയിട്ട് വ്രത ഉപവാസാദികളെ ചെയ്യാം. ആഹാരം കൺട്രോൾ ചെയ്യുക. അപ്പോൾ അത് വളരെ പ്രധാനമാണ്. അതേപോലെ ബ്രഹ്മചര്യാധികാരികൾ കുറച്ച് മനസ്സിരുത്തിയിട്ട് ഇങ്ങനെയുള്ളതൊക്കെ ചെയ്താൽ കുകർമ്മ ആചരണാത്, ഈ കുകർമ്മങ്ങൾ, അതായത് കർമ്മങ്ങൾ തന്നെ 3 തരത്തിലുണ്ട്. വേദം വിധിച്ചത് കർമ്മം. വേദം വിധിച്ച കർമ്മങ്ങൾ അല്ലാതെ കണ്ട്, ഇപ്പോൾ എനിക്ക് ബ്രാഹ്മണൻ എന്ന നിലയ്ക്ക് ഒരു കർമ്മം വിധിച്ചു, മറ്റുള്ളവർക്ക് വേറെ കർമ്മങ്ങളാണ്. അപ്പോൾ ആ കർമ്മങ്ങളെ ഞാൻ ചെയ്യണ്ട, എൻ്റെ കർമ്മങ്ങളെ അവരും ചെയ്യണ്ട. അപ്പോൾ കർമ്മം വികർമ്മം കുകർമ്മം. വേദം വിധിച്ചതിനെ ഇനി ചെയ്യാതിരിക്കലുണ്ട്, അതും പാടില്ല. വേദം വിധിച്ച കർമ്മം ചെയ്യണം. അതേപോലെ ഈ നിഷിദ്ധമായിട്ടുള്ള കർമ്മങ്ങൾ, ശിക്ഷാർഹമായിട്ടുള്ള കർമ്മങ്ങൾ, അതൊരിക്കലും ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇന്ന് വേദം വിധിച്ചതിനെ ചെയ്യണമില്ല, അന്യരുടെ കർമ്മങ്ങൾ ചെയ്യണമുണ്ട്, നിഷിദ്ധ കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ നിഷിദ്ധിച്ചാൽ ഈ കുകർമ്മങ്ങൾ, അതായത് ശിക്ഷാർഹമായിട്ടുള്ള കർമ്മങ്ങൾ, ഹിംസ തൊട്ടുള്ളത്. അപ്പം അത് വലിയ ആപത്താണ്. കുകർമ്മ ആചരണാത്, ഇങ്ങനെ കർമ്മം ചെയ്യുന്നത് കൊണ്ട് കർമ്മം അകർമ്മം വികർമ്മം, 4ാമത്തെ കുകർമ്മം. അപ്പം ഇത് 4ഉം ഈ കർമ്മം ചെയ്യാത്ത ഭാവത്തിലാണെങ്കിൽ വിപരീതമായിട്ട് ഫലിക്കും. അതുകൊണ്ട് സർവതഃ എല്ലാറ്റിൽ നിന്നും അധുന സാരഹ നിർഗത, ഇപ്പോൾ സാരം പുറമേക്ക് വന്നു. ഭൂമൗ വിധിയിൽ, ഈ ഭൂമിയിൽ പദാർത്ഥാഹ എല്ലാ പദാർത്ഥങ്ങളും ബീജഹീനാഹ, അതിൽ വിത്ത് ഇല്ലാത്ത അവസ്ഥ വന്നു. അപ്പോൾ നമ്മളൊരു കർമ്മം ചെയ്യുമ്പോൾ, ഈശ്വരോപാസന ചെയ്യുമ്പോൾ, ആ ഈശ്വരൻ്റെ അനുഗ്രഹമാണ് അതിൻ്റെ വിത്ത്. അത് കിട്ടില്ല നമുക്ക്.
തുഷാഹ യഥാ ഉമി എന്ന പോലെ സംസ്ഥിതാഹ അങ്ങനെ ആയിപ്പോയി. നമ്മൾ സാധാരണ നെല്ല് കുത്തി കഴിഞ്ഞാൽ അരി കിട്ടും, ഉമി നമുക്ക് കളയുകയും ചെയ്യാം. അപ്പോൾ ആ അരി നമ്മുടെ ഭക്ഷണമാണ്, അത് വിത്താണ്. ഈ ഉമി കളയാതെ കണ്ട് അത് മണ്ണിൽ കുഴിച്ചിട്ടാൽ വിതച്ചാൽ വീണ്ടും ചെടികളായിട്ട് വരും, ധാന്യം നമുക്ക് കിട്ടും. അപ്പോൾ ഈ പുണ്യമാണ് നാം ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലമായിട്ട് നമുക്ക് കിട്ടേണ്ടത്. അതാണ് ബീജം. ആ ബീജം ഇല്ല, ആ വിത്ത് ഇല്ല. കുകർമ്മ ആചരണാത് ഈ ചീത്ത കർമ്മങ്ങളെ ചെയ്തത് കൊണ്ട് സാരഹ സർവത നിർഗത അധുന. അപ്പോൾ ഈ സാരം ഏതാണോ ആ സാരപ്പം ഇല്ലാണ്ടേണു. ഈ സാരം വന്നത് എന്താ? കുകർമ്മത്തിൽ നിന്നും ഉണ്ടായ സാരമാണ്. അത് വിപരീത ഫലമാണ്. അത് വറുത്ത വിത്ത് പോലെയാണ്. അതിൻ്റെ ഒരു ഉപകാരവും ഇല്ല. അതുകൊണ്ട് മാത്രമല്ല അത് മുഴുവൻ ഇപ്പോൾ പുറമേക്ക് വരികയും ചെയ്തു. കുകർമ്മം കൊണ്ടുണ്ടായിട്ടുള്ള ഈ ചീത്ത അത് പുറത്തേക്ക് വരികയും ചെയ്തു. ഇനി നമുക്ക് മറ്റൊരു തരത്തിൽ പറയാം, വിഷച്ചെടികൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം എന്തായി? ഭൂമിയെ നശിപ്പിക്കാൻ വേറൊന്നും വേണ്ട. ഭൂമിയിലുള്ളതിനെയും അത് നശിപ്പിക്കും, ഭൂമിയെയും നശിപ്പിക്കും. അപ്പം അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അവനവൻ്റെ ഭാവങ്ങളെയാണ്. സസ്യജാലങ്ങൾ നമുക്ക് അന്നജാതികൾ കാര്യങ്ങൾ തരുന്നു, അത് വിഷാണച്ചന്തായി. നല്ല ഓക്സിജനെ തരണു, അത് വിഷാച്ചന്തായി. കന്നുകാലികൾ ഇപ്പോൾ പാല് തരണു. അപ്പോൾ ആ പാല് തരില്ല വെച്ചാൽ ആ പാലിൽ വിഷമാണെങ്കിൽ പ്രശ്നമായില്ലേ? ഇനി നമ്മുടെ ഭാവങ്ങൾ, നമ്മുടെ സ്വഭാവങ്ങളൊക്കെ ചീത്തയാണെന്ന് എന്താ ചെയ്യുക? ഈ വൈരവും ഇങ്ങനെയുള്ള കാമക്രോധ ലോഭമോഹാദി 72 ചീത്തകളാണ് നമ്മിൽ നിന്ന് വരുന്ന വെച്ചാൽ അതാണ്. അതൊക്കെ ഇതിൽ പെട്ടതാ. ഈ സാരഹ ഏത് കുകർമ്മ ആചരണം കൊണ്ട് വരുന്ന സാരങ്ങളാണ്. നമുക്ക് നമ്മുടെ ബന്ധുക്കളെ കണ്ടാൽ തന്നെ അവരിൽ നിന്നും എന്താ നമുക്ക് കിട്ടാൻ പറ്റുക? അവരെ നശിപ്പിക്കാൻ എന്താ മാർഗം? ഇങ്ങനെ തോന്നുക വെച്ചാൽ എന്താ ചെയ്യുക? നമ്മളെ സഹായിക്കുന്നവരാ എന്നാലും. അപ്പം ഇങ്ങനെ എല്ലാം പുറത്തേക്ക് വന്നു. പദാർത്ഥാഹ സംസ്ഥിത ഭൂമൗ. ഈ പദാർത്ഥങ്ങൾ മുഴുവൻ ഇപ്പോൾ ഭൂമിയിൽ ഇങ്ങനെ ആയി തീർന്നിരിക്കുന്നു, സ്ഥിതി ചെയ്യണു. എങ്ങനെയാണ് സ്ഥിതി ചെയ്യണത്? ബീജഹീനാസ് തുഷായഥ. ബീജം എന്നുള്ളത് ഈ പുണ്യം തൊട്ടുള്ള അതിൻ്റെ സത്ത് വീണ്ടും കുഴിച്ചിട്ടാൽ മുളച്ചു വരണം. അത് സാത്വികമായിട്ടുള്ള ഭാവത്തിൽ പുറത്തേക്ക് വരണം. അത് വരാണ്ടേ ആയി എന്ന് സാരം. ബീജഹീനാഹ ആയി, വിത്തില്ലാണ്ടേ. നമ്മളിപ്പോൾ മറ്റേ ഈ വിത്തില്ലാത്ത മുന്തിരിയൊക്കെ കിട്ടുമല്ലോ എന്ന കൂട്ടത്തിൽ. അതായത് ഇപ്പോൾ കൃഷി ചെയ്യുന്നത് പലതും അതിൽ നിന്നും വീണ്ടും ചെടികൾ ഉണ്ടാവില്ല. അതിൻ്റെ വിത്തുണ്ടാക്കുന്ന ചെടി വേറെ, ഇങ്ങനത്തെ ചെടി വേറെ. അങ്ങനെ ഒരു സാഹചര്യം ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ഇത് കുകർമ്മ ആചരണാത് ആണ്. അപ്പോൾ വളരെയധികം നമ്മൾ കണ്ണും ചെവിയും ഒന്ന് തുറന്നാൽ മതി. സയൻസൊക്കെ ഒന്ന് പഠിക്കുക, അന്തരീക്ഷങ്ങളെ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക, എങ്ങനെ മാർക്കറ്റിൽ ഓരോ സാധനങ്ങൾ എത്തുന്നു മനസ്സിലാക്കുക. അതിപ്പോൾ നിത്യോപയോഗ സാധനങ്ങളായാലും ശരി, പാലായാലും ശരി, അരിയായാലും ശരി. അപ്പോൾ നമ്മിലെ പ്രത്യുൽപാദന ആ ശക്തി ഇല്ലാണ്ടായിട്ട് ഇപ്പോൾ മനുഷ്യരൊക്കെ ഇൻഫെർട്ടിലിറ്റി അനുഭവിക്കുന്നവരാണ്. എന്താ കാരണം? ഈ ബീജഹീനാസ്തുഷ സംസ്ഥിത. അതന്നെ കാരണം. നമ്മളെ നശിപ്പിക്കുന്നുമുണ്ട്, ഇതൊട്ട് ഇല്ലാത്ത തരണതും. ഇപ്പം എന്താ ചെയ്യുക? ഇപ്പം ഉണ്ടാവില്ല. അതാണ്. അപ്പം ഇങ്ങനെ ഇത് ഭാഗവതം പറയുന്ന വാക്കാ, അല്ലാണ്ട് മറ്റു ചില. അപ്പോൾ എന്താ ചെയ്യുക? ഭൂമി പതിര് കുത്തി കഴിഞ്ഞാൽ അരി കിട്ടുമോ? പതിര് കുത്തി കഴിഞ്ഞാൽ അരി കിട്ടില്ല, ഭൂമി മാത്രമേ കിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഊണ് കഴിക്കാൻ പറ്റുമോ? ഊണ് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഫലമില്ലാത്ത രീതിയിൽ, അപ്പോൾ വളരെയധികം നമ്മൾ അധപ്പതനം സംഭവിച്ചിരിക്കണം. ഇത് ഇപ്പോഴത്തെ അനുഭവം. ഇത് അന്ന് തന്നെ കണ്ടു എന്നാ. കുകർമ്മ ആചരണാൽ സാരഹ സർവതഃ നിർഗതഃ അധുന പദാർത്ഥ സംസ്ഥിതാ ഭൂമോ ബീജഹീനാസ്തുഷായഥ. പ്രത്യുൽപാദനം നടക്കാത്തൊരവസ്ഥയിൽ എത്തി, സാത്വികത ഇല്ലാത്ത ഒരു അവസ്ഥയിലെത്തി. അതേപോലെ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ ഈ കുകർമ്മമല്ലാതിരിക്കുക, അവനവന് വിധിച്ച കർമ്മങ്ങളെ ചെയ്യുക. പ്രായത്തിനും കുലത്തിനും അനുസരിച്ച് ചെയ്യുക. വർണ്ണാശ്രമം എന്നുള്ളത് പ്രായം കുലം ആണ്. വർണ്ണം എന്നുള്ളത് കുലം, ആശ്രമം എന്നുള്ളത് പ്രായം. ആശ്രമം വെച്ചാൽ ആദ്യത്തെ ആശ്രമം ബ്രഹ്മചര്യാശ്രമം. അപ്പോൾ പ്രായം ചെറുപ്പത്തിലാണ്. അത് കഴിഞ്ഞാൽ ഗൃഹസ്ഥാശ്രമം, അപ്പോൾ കുറച്ചും കൂടി വലുതായി. അത് കഴിഞ്ഞാൽ വാനപ്രസ്ഥാശ്രമം, കുറച്ചും കൂടി വലുതായി. പ്രാരബ്ധങ്ങളൊക്കെ തീർന്നു. മുക്തി കിട്ടാനുള്ള ദ്വന്ദ്വം
സഹനം, ദ്വന്ദ്വം സഹിക്കാനുള്ള കഴിവ് കഴിഞ്ഞാൽ സന്യസിക്കാം. അത് സന്യാസം. അപ്പോഴേക്കും അങ്ങോട്ട് എത്താറായി. പിന്നെ മുക്തി. ഇങ്ങനെയാണ് വേണ്ടത്. അപ്പോൾ പ്രായത്തിനനുസരിച്ചും കുലത്തിനനുസരിച്ചും നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങൾ ചെയ്തോളാം. ചെയ്തിട്ടില്ലെങ്കിൽ അന്യൻ്റെ കർമ്മങ്ങൾ ചെയ്യാതിരിക്കുക. ചെയ്തിട്ടില്ലാച്ചാൽ കുറച്ച് തെറ്റുകളാണ് വരിക. അന്യൻ്റെ കർമ്മങ്ങൾ ചെയ്യാച്ചാൽ കൂടുതൽ തെറ്റാണ് വരിക. ചെയ്യാൻ പാടില്ലാത്ത കർമ്മങ്ങൾ ചെയ്യുകയാണെന്ന് വെച്ചാൽ അതിലേറെ കുഴപ്പമാണ് വരിക. ഇനി ഒരു കർമ്മവും ചെയ്യാതിരിക്കുക, ചുമ്മാ ഇരി, ഒരു കർമ്മം ചെയ്യാതിരിക്കുക, അങ്ങനത്തെവരുണ്ട്. അവരോട് പറയുന്നത് ഈ ചുമ്മാ ഇരിക്കുമ്പോൾ വെറുതെ എല്ലാറ്റിലും ഭഗവാനെ കാണാൻ ശ്രമിക്കുക. ആരാ ഭഗവാൻ എന്ന് എനിക്ക് മനസ്സിലായില്ല, അതുകൊണ്ട് എനിക്ക് ഭഗവാനെ കാണാൻ പറ്റില്ല, അങ്ങനെ വിചാരിക്കണവർക്കാച്ചാൽ വളരെ എളുപ്പമാണ്. ഞാൻ എന്നെ തന്നെ എല്ലാവരിലും കാണാം, ഞാൻ തന്നെയല്ലേ അത് എന്ന് ചിന്തിച്ചാൽ മതി. ഇത്ര എളുപ്പമായിട്ട് ഈ ചുമ്മാ ഇരിക്കുന്നവർക്ക് ഭഗവാനെ കാണാൻ എളുപ്പ വഴി ഭഗവാൻ പറഞ്ഞെടുത്താ. ഞാൻ എന്നെ എല്ലാവരിലും എല്ലാറ്റിലും സത്തിലും അസത്തിലും കണ്ടാൽ മതി, അത്ര എളുപ്പമാണ്. അപ്പോൾ ഈ അന്യരുടെ കർമ്മം ചെയ്യാതിരിക്കുക, നിഷിദ്ധ കർമ്മങ്ങളെ ചെയ്യാതിരിക്കുക, അത് രണ്ടും വളരെ നിർബന്ധമാണ്. അപ്പോൾ അതിൽ ഹിംസ വരില്ല. പിന്നെ അതാണ് കുകർമാചരണാൽ സാരഹ സർവതോ നിർഗതോ അധുന. ഇവിടെ പറഞ്ഞു വന്നത് ഇങ്ങനെ ചെയ്തത് കൊണ്ട് ഇത് നഷ്ടപ്പെട്ടു പോയി, ഇനി എന്ത് ചെയ്യും പ്രശ്നമാണ് അല്ലേ. കുകർമ്മ ആചരണാത് സാരഹ സർവതഃ നിർഗതഃ അധുന പദാർത്ഥാഃ സംസ്ഥിത ഭൂമൗ ബീജഹീനാഃ തുഷ എന്ന് വെച്ചാൽ ഉമി, തുഷാഹ യഥാ. അപ്പോൾ ബീജമില്ലാത്ത അരി ഇല്ലാത്തതായിട്ടുള്ള നെല്ല്, അപ്പോൾ ഉമി മാത്രമല്ലേ കിട്ടുള്ളൂ, പതിര്. അതാണ് ബീജഹീനാസ് തുഷ എന്നുള്ളത് പതിര് എന്നുള്ള അർത്ഥത്തിലാണ്, പതിരായിരിക്കുന്നു. ഇനി 70ാമത്തെ ശ്ലോകം. വിപ്രൈർഭാഗവതീ വാർത്താ ഗേഹേ ഗേഹേ ജനേ ജനേ കാരിതാ കണലോഭേന കഥാസാരസ്തതോ ഗതാം. വിപ്രൈഹി ബ്രാഹ്മണരാൽ. ഇവിടെ അർത്ഥം കൊടുത്തത് ബ്രാഹ്മണരാൽ എന്നാണ്. വിപ്ര എന്നുള്ളതിന് പരംപാതി, ആത്മാനം പാതി പരംപാതിച്ച എന്നാണ്. അതായത് എന്നെയും ഞാൻ രക്ഷിക്കണം, അന്യരെയും ഞാൻ രക്ഷിക്കണം. അങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് വിപ്രൻ എന്ന് പറയാൻ പറ്റൂ. അപ്പോൾ നമ്മൾ ഏത് കർമ്മം ചെയ്തിട്ടായാലും വേണ്ടില്ല, എനിക്കും ഹിതമാവണം, ഭഗവാനും ഹിതമാവണം, ലോകത്തിനും ഹിതമാവണം. അതിൽ അന്യോപകാരം എന്നുള്ളത് പഞ്ചസാരയായിട്ട് ചേർക്കുകയും വേണം, മധുരമായിട്ട് ചേർക്കണം. പഞ്ചസാരയായിട്ടെന്നല്ല, മധുരമായിട്ട് ചേർക്കണം. പഞ്ചാര വിഷാത്രേ. അപ്പോൾ അത് കഴിഞ്ഞാൽ ഇനി അതുകൊണ്ട് ആലോചിക്കാവണ്ട. അപ്പോൾ മധുരമായിട്ട് ചേർക്കണം. മധുരം എന്നുള്ളത് സാത്വിക ഗുണമാണ്, അതുകൊണ്ടാണ്. ശുദ്ധസത്വം അവിടേക്ക് എത്തിക്കണം, അതാണ് വിപ്രൈഹി. പിന്നെയോ വിപ്രൈഹി കണലോഭേന. കണം എന്നുള്ളത് ഏറ്റവും ചെറിയ വസ്തു എന്നാണ്. ചെറിയ വസ്തു നേടാൻ വേണ്ടിയിട്ട് അത് കിട്ടിയത് പോരാ, ഓരോ തരിയും കിട്ടിയത് പോരാ ഇനിയും വേണം എന്ന് തോന്നുന്നതാണ് ഈ കണലോഭം. അപ്പോൾ ഒരു ഉറുപ്പ്യായാലും വേണ്ടില്ല, ഒരു തരി പഞ്ചാര ആയാലും വേണ്ടില്ല. അതേപോലെ ഇങ്ങനെ ഓരോന്ന് ചെറുത് ആയിട്ട് അതിങ്ങനെ കിട്ടണം എന്നുള്ള ആഗ്രഹത്തോട് കൂടിയിട്ട് ഗേഹേ വീട് തോറും, ഒരു ആഴ്ചയിൽ ഒരു സപ്താഹം കഴിഞ്ഞാൽ അടുത്ത ആഴ്ചയിൽ അടുത്ത സപ്താഹം. ഇന്ന് സമാപിച്ചു, ഇന്ന് വൈകുന്നേരം ആദ്യ മഹാത്മ്യം വായിക്കുകയാണ്. അങ്ങനെ ഗേഹേ വീട് തോറും ജനേ എല്ലാ ജനങ്ങളോടും ഭാഗവതീ വാർത്ത, ഭഗവത് കഥ, ഭാഗവതത്തിൻ്റെ കാരിത ചെയ്യപ്പെടുന്നുണ്ട്, ചെയ്യിക്കപ്പെടുന്നുണ്ട്. ഈ അടുത്ത വീട്ടുകാർ ഇവിടെ വന്നാൽ നേരിട്ട് അങ്ങോട്ട് വരും കേട്ടോ, ഞാൻ കാറായിട്ട് വരാം എന്ന് പറഞ്ഞ് അവിടെ പോയിട്ട് കാരിത. അപ്പോൾ ചെയ്യിക്കപ്പെടുന്നു, ചെയ്യിപ്പിക്കപ്പെടുന്നു കാരിത. അപ്പോൾ ഇത് ഞാൻ എന്നെ കൊണ്ട് തന്നെ ചെയ്യിക്കുന്നു എന്നുള്ളൊരു ഭാവം കൂടി അവിടെ ഉണ്ട്. അത് അണ്ടർസ്റ്റുഡാ. കാരിത കണലോഭേന എന്നുള്ളതിന് ചെയ്യിപ്പിക്കപ്പെടുന്നു കാരിത. ആരാൽ? ഞാൻ എന്നെ കൊണ്ട് തന്നെ ചെയ്യിക്കുന്നു. എന്താ കാരണം? എനിക്ക് കണലോഭമുണ്ട്, അതുകൊണ്ടാ. തതഹ അതുകൊണ്ട് കഥാസാരഹ ഈ കഥാസാരം ഗതഹ നിഷ്ഫലമായി. എന്താ കാരണം? ഭാഗവതത്തിലേതല്ല. പിന്നെ ഞാൻ പറയാം, എനിക്കെന്താ ആവശ്യം? പൈസ കിട്ടണം. പൈസ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് പറയും? ഭാഗവതത്തിലേത് കിട്ടാൻ ഇങ്ങനെ പാട്ടും കൂത്തുമൊക്കെ ആയാൽ മതി എന്ന് പറയും. കീർത്തനം എന്ന് പറഞ്ഞിട്ടുണ്ട്. നമശബ്ദം, ജയശബ്ദം, ശംഖശബ്ദം, നാമകീർത്തനാദികൾ, വാദ്യഘോഷാദികൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്.
അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ വിചാരിച്ചെന്ന് വെച്ചാൽ ഭാഗവതം വായിക്കുമ്പോൾ പാട്ടും കൂത്തും ഡാൻസും നാടകവും മറ്റേ കഥകളിയും ഒക്കെ വേണം പാരായണത്തിന് എന്നാണ്. ജ്ഞാനയജ്ഞ എന്നാണ് പറഞ്ഞത്. ജ്ഞാനയജ്ഞ എന്ന് പറഞ്ഞാൽ ഇതൊന്നും അതിൽ വേണ്ട. ഇപ്പം ഞാൻ പാടുന്ന കീർത്തനങ്ങൾ എനിക്ക് നല്ലോണം അറിയാം. അതിൽ ഭാഗവത തത്വങ്ങളോ ഈ എളുപ്പമായിട്ട് ഭാഗവതത്തെ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള വരികളോ ആണ് ഉണ്ടാവുക. അത് കീർത്തനമായിട്ട് പാടുമ്പോൾ ഒരു ഭാഗവത പ്രഭാഷണത്തിനേക്കാൾ കൂടുതൽ കിട്ടും. നേരെ മറിച്ച് അത് പാട്ടും കൂത്തുമൊക്കെ ആയിട്ട് ഈ സംഗീതാത്മകമായിട്ട് ഡാൻസായിട്ട് നാടകമായിട്ട് ചെയ്യുമ്പോൾ ആ സന്ദേശം അതിൽ നിന്ന് കിട്ടില്ല എളുപ്പമല്ല. ഇത് 2 മിനിറ്റ് കൊണ്ടോ 3 മിനിറ്റ് കൊണ്ടോ കിട്ടുന്നത് 3 മണിക്കൂർ കൊണ്ടാണ് അവർക്ക് കൊടുക്കാൻ കഴിയുക. അപ്പോൾ എന്ത് സംഭവിച്ചു? അത്രയും സമയം അവിടെ പോയി കിട്ടി. ഒരു അധ്യായമോ അല്ലെങ്കിൽ ഒരു പ്രകരണമോ മുഴുവൻ പ്രഭാഷണം ചെയ്യണേക്കാൾ കൂടുതൽ എളുപ്പത്തിൽ ഒരു കീർത്തനം പാടിക്കഴിഞ്ഞാൽ കിട്ടണം. അങ്ങനെ കിട്ടുകയാണെങ്കിൽ ആ കീർത്തനം അവിടെ ഫലവത്താണ്. ഈ ഒരു പ്രകരണം കൊടുക്കാൻ വേണ്ടിയിട്ട് 3 മണിക്കൂർ ചിലവാക്കി അല്ലെങ്കിൽ 1 മണിക്കൂർ ചിലവാക്കി എങ്കിൽ അത് നഷ്ടമാണ്. അതേപോലെ ഇപ്പോൾ ചില പ്രകരണങ്ങൾ 2 ദിവസം എടുത്ത് പറയേണ്ടതുണ്ട്. ഉദ്ധവോപദേശം 2 ദിവസം എടുത്ത് പറയേണ്ടതാ. അത് ആകെ ഒരു 2-3 മണിക്കൂർ കൊണ്ട് പറയും. കാരണം അതിന് പിന്നെ സമയം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ സാരം നഷ്ടപ്പെട്ടു. കഥാസാരം ഗത. ഭാഗവതത്തിലുള്ള ഈ കഥാസാരം പോയി. വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. നമുക്ക് കഥ പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ ഉപദേശത്തിലേക്ക് എത്തിക്കലും, അതേപോലെ തന്നെ ഈ കഥകൾ പറഞ്ഞതിൻ്റെ ശേഷം ഉപദേശം കഥാസൂചനയോട് കൂടിയിട്ട് മനസ്സിലാക്കി തരലും ആണ് ഭാഗവതം ചെയ്യണത്. അപ്പോൾ അത് കാപിലം പറയുമ്പോൾ കഥയോട് കൂടിയിട്ട് ഉപദേശത്തെ ഒപ്പം നിർത്തിയത് ഇതിൻ്റെ ഒരു ഹരം ഉണ്ടാവാനാ. ആ ഹരം കിട്ടണില്ല. അതേപോലെ കഥകളിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അതിൻ്റെ തത്വങ്ങൾ എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഒടുക്കം ഉദ്ധവോപദേശം പോലെ ഓരോന്നും ഇന്നതാണ്, അത് ഇന്ന കഥയിൽ ഇന്ന രീതിയെ സൂചിപ്പിച്ചിട്ടില്ലേ, അപ്പോൾ ഓർമ്മപ്പെടുത്തലായി, ഒരു റിവിഷനായി. അത് സമയമെടുത്ത് പറഞ്ഞാലേ ശരിയാവുള്ളൂ. അപ്പോൾ അതിന് ഈ സമയമാണ് ചുരുക്കുക. 6-7 ദിവസം മുഴുവൻ ഏകാദശം പറയാനാണ് വേണ്ടത്. 6-7 ദിവസം മുഴുവൻ ചെയ്യേണ്ടതിന് പകരം 6-ാമത്തെ ദിവസം വൈകുന്നേരം ചായയ്ക്ക് ശേഷം അങ്ങോട്ട് തുടങ്ങിയിട്ട് രാവിലെ 10 മണിയോട് കൂടിയിട്ട് വായന കഴിയും. പിന്നെ ഇവിടെ പറയാൻ സമയം. അപ്പം അത് അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. അപ്പം അതാണ് കാരിത കണലോഭേന. ഇപ്പം ഞാൻ എന്നെക്കൊണ്ട് ചെയ്യിക്കുന്നത്, എന്നെക്കൊണ്ട് മറ്റുള്ളവർ ചെയ്യിക്കുന്നത്. അപ്പം എന്താ ശരിക്കും ചെയ്യേണ്ടത്? അവിടെ ഭാഗവതം വായിക്കുക, അതിൻ്റെ അർത്ഥത്തെ പറയുക, കഥകളെ പറയുക, അതിൻ്റെ സൂചനയെ പറയുക. ഇന്ന തത്വമാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത് എന്ന് പറയുക. വൈരാഗ്യം. ഈ അംബരീഷൻ്റെ കഥ പറയുമ്പോൾ വൈരാഗ്യം. എന്താ വൈരാഗ്യം? ഞാൻ ഇതുവരെ ചെയ്തതായിട്ടുള്ള കർമ്മങ്ങളെ മുഴുവൻ സമർപ്പിക്കുന്നു, കർമ്മത്തിൻ്റെ ഫലത്തെ മുഴുവൻ സമർപ്പിക്കുന്നു. അംബരീഷൻ്റെ താപത്തിൽ നിന്ന് സുദർശന ചക്രം പിന്മാറണം. സുദർശന ചക്രം പിന്മാറിയില്ല. അപ്പം അംബരീഷൻ പറഞ്ഞു, ഞാൻ ഇതുവരെ ചെയ്തതായിട്ടുള്ള കർമ്മത്തിൻ്റെ ഫലത്തിൽ എനിക്ക് തന്നതായിട്ടുള്ള ഈ അനുഗ്രഹങ്ങളുടെ അതിൻ്റെ ഒരു മൂല്യം ഉണ്ടല്ലോ, അത് ഭഗവാൻ പ്രീതനാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കർമ്മങ്ങളെ ചെയ്തത്, കർമ്മഫലത്തെ അനുഭവിച്ചത് എങ്കിൽ ഈ താപം തീരട്ടെ എന്ന് പറഞ്ഞപ്പോൾ സുദർശനം പിന്മാറി. നമ്മിലുള്ളത് മുഴുവൻ ഭഗവാന് സമർപ്പിച്ചു, എനിക്ക് ഒന്നും വേണ്ട എന്ന് ഈ നിഷ്കിഞ്ചന ഭാവത്തോടു കൂടിയിട്ട് 1 കൊല്ലം ഏകാദശി കാട്ടിൽ പോയിട്ട് നോറ്റു, കൊട്ടാരത്തിലല്ല. അപ്പോൾ ആദ്യമേ തന്നെ ഉപേക്ഷ കഴിഞ്ഞു. ഉപേക്ഷിച്ചത് കൊണ്ട് മാത്രമായില്ല. ഈ ഉപേക്ഷിക്കുന്നത് ഭഗവത് പ്രീത്യർത്ഥമാവണം എന്ന് അവിടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. ആ പഠിപ്പിക്കലാണ് അംബരീഷ ചരിതം. ബാക്കിയുള്ളതൊക്കെ കഥയാണ്. അപ്പോൾ ഈ ഒരൊറ്റ ശ്ലോകേ പറയേണ്ടതുള്ളൂ. അതിന് കഥ ഇപ്രകാരത്തിൽ
അവിടെ ഉണ്ടായിരുന്ന ഈ സപ്തദ്വീപത്തിൻ്റെ മുഴുവനും വേണ്ട എന്ന് വെച്ച് അവിടെ നിന്ന് പോന്നു. ചെയ്യുന്ന പ്രവർത്തനങ്ങൾ മുഴുവൻ ഇന്ദ്രിയവും ദേഹവും മനസ്സും ഭഗവത് അർപ്പിതമായിട്ട് ചെയ്തു. ഇങ്ങനെ ഒരാൾ എന്ന് പറഞ്ഞിട്ടാണ് അംബരീഷനെ പരിചയപ്പെടുത്തുന്നത്. ആ അംബരീഷൻ 26 ഏകാദശി നോറ്റു. 26ാമത്തെ ഏകാദശിക്ക് അതിൽ 13 സങ്കല്പമുണ്ട്, എന്തായാലാവട്ടെ. ഇവിടുത്തെ ഏകാദശി മാത്രമേ നോറ്റിട്ടുള്ളൂ എന്നും പറയുന്നുണ്ട്. അതിപ്പോൾ നമുക്ക് 26 ഏകാദശിൻ്റെ അകത്ത് അംബരീഷനെ സംബന്ധിച്ച് പറയുമ്പോൾ 2 ഏകാദശി ഒരുപോലെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് സ്വല്പാഹാരമേ ഉള്ളൂ, അത് ഉറപ്പാണ്. കാട്ടിലാണ്, ഒറ്റയ്ക്കാണ്, സംഘമില്ല, താനും ഭാര്യയും മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ യജ്ഞമായിട്ടാണ് വരിക. ഒരു കൊല്ലത്തെ പരിപാടിയാകുമ്പോൾ യജ്ഞമായിട്ടാണ് വരിക. ആ യജ്ഞത്തിൻ്റെ പരിപൂർത്തിക്ക് പാരണ എന്നുള്ള സങ്കല്പം, തീർത്ഥസേവിക്ക് അത്രയേ ഉള്ളൂ. അത് ആ ഒരു നിശ്ചിത സമയത്ത് ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫലം. ആ നിശ്ചിത സമയത്തെ സൂചിപ്പിച്ചപ്പോൾ ആ സമയത്ത് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ ദുർവാസാവായിട്ട് വന്നു എന്നാണ് കണക്കാക്കിയാൽ അതാ ശരിയായി. അതങ്ങനെ കണക്കാക്കില്ല. ദുർവാസാവിൻ്റെ ഒരു ചീത്ത കഥാപാത്രമായിട്ടേ കണക്കാക്കുള്ളൂ. അവിടെയാണ് പഠിച്ചത്. അപ്പോൾ ഭഗവാൻ പരീക്ഷിക്കാൻ വന്നതാണ് എന്ന് മനസ്സിലാക്കിയാൽ പിന്നെ അത് പ്രശ്നമില്ലാണ്ടേ, അത് കഥാസാരായി. ഇനി ദുർവാസാവ് എന്ത് ചെയ്തു അപ്പോഴേ ഇത് മനസ്സിലാവുള്ളൂ. ദുർവാസാവ് എന്നെ അപമാനിച്ചു എന്ന് പറഞ്ഞപ്പോഴാണ് രക്ഷിതാവായിട്ടുള്ള സുദർശന ചക്രം, ബ്രാഹ്മണനായിട്ടാണ് നിൽക്കണം, അത് സുദർശന ചക്രം തീയായിട്ട് അങ്ങോട്ട് ചെന്നതേ. ദുർവാസാവ് എന്ത് ചെയ്തു? എല്ലാ ലോകത്തേക്ക് ഓടി. സ്വർഗം, പിന്നെ സത്യലോകം, ശിവലോകം, കൈലാസം, വൈകുണ്ഠം, അവിടേക്ക് എത്തി. അവിടേക്ക് എത്തിയെന്ന് പറഞ്ഞു, ഇവിടെ ഒന്നും രക്ഷയില്ല കേട്ടോ, എൻ്റെ ഭക്തനെ ദ്രോഹിച്ച് അങ്ങേക്ക് രക്ഷ കിട്ടണമെങ്കിൽ ഭക്തൻ്റെ കാല് പിടിച്ചോളൂ എന്ന് ഭഗവാൻ പറഞ്ഞു. അഹം ഭക്ത പരാധീന. ഇവിടെ വന്നു, കാല് പിടിച്ചു. എല്ലാവരും കണ്ടു. ഇതേ ദുർവാസാവ് ചെയ്ത കാര്യങ്ങൾ എല്ലാവരും കണ്ടു. ത്രിമൂർത്തികൾക്കും രക്ഷിക്കാൻ സാധിക്കില്ല കേട്ടോ ഭക്തനെ ദ്രോഹിച്ചാൽ. ഇത് പഠിപ്പിക്കുകയാണ് ഭഗവാൻ തന്നെ ദുർവാസാവേ. നമസ്കരിച്ചു. അപ്പം അംബരീഷൻ്റെ സ്തുതി എന്താ? ഞാൻ എല്ലാം ഉപേക്ഷിച്ചില്ലേ ഭഗവാൻ, എൻ്റെ എന്താ എൻ്റെ തരാനുള്ളത് എന്നാണ്. അപ്പോൾ എൻ്റെ പ്രീത്യർത്ഥം ആക്കൂ, നാലാൾ അറിയട്ടെ, എൻ്റെ പ്രീതിക്ക് വേണ്ടിയിട്ടാണ് ഈ കർമ്മം ചെയ്യുന്നത് എന്ന് നാലാൾ അറിയട്ടെ, അങ്ങയുടെ വാക്ക് അങ്ങനെ വരട്ടെ. അതാണ് കഥാസാരം. അപ്പോൾ ആ കഥാസാരം പറയണമെങ്കിൽ ഈ കണലോഭമുള്ള ആൾക്ക് പറ്റില്ല. കണലോഭം എന്നുള്ളത് പലതരത്തിലുണ്ട്. എനിക്ക് എൻ്റെ യശസ്സിനെയാണ് താല്പര്യമെങ്കിൽ ഞാനത് പറയില്ല, ഞാൻ വേറൊരിട്ടം പറയും, വേറൊരിട്ടം കാട്ടിക്കൊടും. അപ്പോൾ ആരാ ഭാഗവതൻ? ഭഗവത് തത്വത്തെ വേണ്ട രീതിയിൽ എടുത്ത് അത് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കിക്കുന്നതാണ്. അതാണത്. ശ്രോതാവായിട്ടുള്ള പരീക്ഷത്തിനും വക്താവായിട്ടുള്ള ശ്രീശുഖ ബ്രഹ്മർഷിക്കും രണ്ടാമത് പറയണ്ട, മനസ്സിലാവും. രണ്ടുപേരും തുല്യ ജ്ഞാനികളാണ്. ഒന്ന് ഭഗവാനാണ്, മറ്റത് ഭഗവത് തുല്യനാണ്. വിഷ്ണു രാധനാണ്, ഭഗവാനാ രക്ഷിക്കപ്പെട്ടവനാണ്. താൽക്കാലികമായിട്ടുള്ള ചെറിയ ഒരു പതനേ ഉള്ളൂ. നമ്മെ ഭക്ത പ്രണശ്യതി. അപ്പോൾ കാരിത കണലോഭേന വിപ്രൈഹി ഭാഗവതി വാർത്ത ഗേഹേ ഗേഹേ ജനേ ജനേ പ്രവർത്തിക്കുന്നു, പറഞ്ഞു കൊടുക്കുന്നു, ചെയ്യുന്നു യജ്ഞമായിട്ട്. എന്നിട്ടോ കഥാസാരസ്തോ ഗത. ഈ കണലോഭം ഇല്ലെങ്കിലോ എന്നാൽ രക്ഷപ്പെട്ടു, അത്രയേ ഉള്ളൂ. ലോഭത്തിന് പകരം അതിൻ്റെ പുണ്യത്തെ ആഗ്രഹിച്ചു കൊണ്ടാണെങ്കിൽ അത് ഗത എന്നല്ല വാക്ക് വരിക, കിട്ടി എന്നാ വാക്ക് വരിക. ധാരാളമായിട്ട് തന്നു എന്നാണ് വാക്ക് വരിക. ഭഗവാനാൽ തരപ്പെട്ടു എന്നാണ് വാക്ക് വരിക. അപ്പോൾ അത്രയുള്ളൂ. അപ്പോൾ അതിൻ്റെ വിപരീതമാണ് നമ്മൾ എടുക്കേണ്ടതെന്ന് സാരം. വിപ്രൈഹി ഭാഗവതി വാർത്ത ഗേഹേ ഗേഹേ ജനേ ജനേ കാരിത കണലോഭേന കഥ സാരഹ തതഹ ഗതഹ. അതെങ്ങനെയാ? പൂവല്ല ചെയ്യുക, കിട്ടുകയാണ് ചെയ്യുക. അതേപോലെ കണലോഭം എന്നുള്ളത് മാറ്റണം. ചെറിയ കണം പോലും അതിൽ ഭഗവൻ ഉണ്ട്, ഭഗവത് തത്വമുണ്ട് എന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ കേൾക്കുന്നവർക്ക്, ചോദിക്കുന്നവർക്ക്, പൃച്ഛം ചോദിക്കുന്നവർക്ക്, പറയുന്നവർക്ക്, അപ്പോൾ എല്ലാവർക്കും കിട്ടുക. പരീക്ഷത്തിന് കിട്ടി. അവിടെ മറ്റേ മഹാമുനിമാരുണ്ട്,
ജനങ്ങളുണ്ട്, എല്ലാവരും ഉണ്ട്, സർവ്വ ജീവജാലങ്ങളും അവിടെ എത്തിയിട്ടുണ്ട്. അവർക്കൊക്കെ കിട്ടുക. അപ്പോൾ അവർക്ക് കിട്ടി, വക്താവിന് കിട്ടി, ശ്രോതാവിന് കിട്ടി ഭഗവാന്റെ അനുഗ്രഹം. അങ്ങനെ നമുക്കും ഈ ഭാഗവതം പഠിക്കുമ്പോൾ കിട്ടണം. അപ്പം അതുകൊണ്ട് നിങ്ങളോട് പ്രത്യേകം പറയുകയാണ്, ക്ഷമിച്ച് മനസ്സിരുത്തിയിട്ട് കേൾക്കുക. ഇത് എല്ലാവർക്കും ഷെയർ ചെയ്യുക. ശ്രീ ഗുരുവായൂരപ്പ നമ്മൾ 70ാമത്തെ ശ്ലോകമാണ് പറഞ്ഞത്. ഇനി ഇതിൻ്റെ കുറച്ചുകൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ഭാഗത്തിൽ പറയാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ നാരായണ നാരായണ